Okay, students, we will discuss the bonds, different bond present in the DNA structure. Structure of DNA present in different bond. The hydrogen bond, what is a hydrogen bond? Hydrogen bond present between the nitrogen bases. Nitrogen bases in hydrogen bond. Double bond, triple bond. Next, glycosidic bond. What is a glycosidic bond? That is a nitrogen bases are linked to the sugar molecule. Nitrogen bases are linked to the sugar molecule by the glycosidic bond. Nitrogen bases in a sugar molecule, nucleated sugar molecule link in the bond on glycosidic bond. This is glycosidic bond. This is polynucleotide chain glycosidic bond. ഓരോ നൈട്രജൻ ബേസും അതിൻ്റെ ഷുഗർ മോളിക്യൂളുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ബോണ്ട് എന്ന് പറയുന്നത് ദിസ് ഹൗ ദ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ലിങ്ക് ടു ദ ന്യൂക്ലിയോടൈഡ്. ഹൗ ദ ഫോസ്ഫേറ്റ്, ഇപ്പോൾ നൈട്രജൻ ബേസസ് തമ്മിൽ ലിങ്ക് ചെയ്തു, പെയർ ചെയ്തു. നൈട്രജൻ ബേസസ് ഷുഗർ മോളിക്യൂളുമായിട്ട് ലിങ്ക് ചെയ്തു ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ദെൻ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ലിങ്ക് എങ്ങനെയാണോ? See, this is a first carbon, first, second, third, fourth, CH2OH, fifth carbon, CH2OH, അങ്ങനെയാണ് അതിൻ്റെ കാർബൺ പൊസിഷൻ വരുന്നത്. അപ്പോൾ തേർഡ് കാർബൺ ഓഫ് ദ ഷുഗർ മോളിക്യൂൾ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡിൻ്റെ അല്ലെങ്കിൽ ദ ഷുഗർ മോളിക്യൂളിൻ്റെ തേർഡ് കാർബൺ, അതിൻ്റെ കാർബണും ദ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ലിങ്ക് ടു ദ തേർഡ് കാർബൺ ഓഫ് ദ ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ് ടു വിത്ത് fifth carbon of the next nucleotide. മനസ്സിലായോ? ഫസ്റ്റ് ന്യൂക്ലിയോടൈഡിൻ്റെ തേർഡ് കാർബണുമായിട്ടും നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡിൻ്റെ ഫിഫ്ത്ത് കാർബണ് 1, 2, 3, 4 ഫിഫ്ത്ത് കാർബൺ CH2OH ഉണ്ട്, 4 ഉണ്ട്, ദെൻ CH2OH ഇവിടെ ഉണ്ട്. അതിൻ്റെ ഫിഫ്ത്ത് കാർബണാറ്റുമായിട്ടാണ് ആര് ലിങ്ക് ചെയ്യുന്നത്? ഫോസ്ഫേറ്റ്. ഈ ഫോസ്ഫേറ്റ് മോളിക്യൂൾ അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, ബൈ വിച്ച് ബോണ്ട്? എസ്റ്റർ ബോണ്ട്. ആ ബോണ്ടിൻ്റെ പേരാണ് എസ്റ്റർ ബോണ്ട്. എസ്റ്റർ ബോണ്ട്. ഹിയർ യു ക്യാൻ സീ ദ എസ്റ്റർ ബോണ്ട്. എസ്റ്റർ ബോണ്ട് എന്താണ്? ഫോർ ഹൗ ദ ഫോസ്ഫേറ്റ് മോളിക്യൂൾ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ലിങ്ക്ഡ് ടു ദ ന്യൂക്ലിയോടൈഡ് ഓർ ലിങ്ക്ഡ് ടു ദ ഷുഗർ മോളിക്യൂൾ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ലിങ്ക്ഡ് ടു ദ ന്യൂക്ലിയോസൈഡ്. എങ്ങനെയുള്ള പറയാം? ബൈ വിച്ച് ബോണ്ട്? എസ്റ്റർ ബോണ്ട്. How the phosphate molecule linked between nucleotide? That's the third carbon of the first nucleotide to the fifth carbon of the next nucleotide. So one bond is ester bond. This ester bond on either side of this phosphate group. Phosphate group രണ്ട് സൈഡിലും ഇങ്ങനെ ester bond ഉണ്ടാവും. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടുത്തെ തേർഡ് കാർബണായിട്ടും ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡിന്റെ ഫിഫ്ത്ത് കാർബണുമായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ രണ്ട് ബോണ്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്, അല്ലേ? സോ ദാറ്റ് ഇസ് എ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ന്യൂക്ലിയോടൈഡുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ബോണ്ട് എസ്റ്റർ ബോണ്ടാണ്. രണ്ട് ന്യൂക്ലിയോടൈഡിനിടയ്ക്ക് രണ്ട് എസ്റ്റർ ബോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓൺ either side of the phosphate group, so that one is known as phospho diester bond. Okay, these are the different bonds of the DNA. So first bond is a hydrogen bond. That hydrogen bond is present between the nitrogen bases of the DNA or nitrogen bases of the DNA. Okay, that's a hydrogen bond. Second bond is a glycosidic bond. Glycosidic bond means it is a bond. It help for linking the nitrogen bases to the sugar molecule. Nitrogen bases to the sugar molecule. Okay. Then what is the ester bond? Ester bond is means the phosphate molecule linked to the carbon atom of the nucleoside. Phosphate molecule link ചെയ്യുന്നത് ഷുഗർ മോളിക്യൂളായിട്ട് അല്ലെങ്കിൽ ന്യൂക്ലിയോസൈഡുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ബോണ്ടാണ് എസ്റ്റർ ബോണ്ട്. When two nucleotides are connected by or linked by phosphodiester bond, because that on either side of the phosphate two ester bond is present. Phosphate ഗ്രൂപ്പിൻ്റെ രണ്ട് സൈഡിലും എസ്റ്റർ ബോണ്ട് ഉള്ളത് കൊണ്ട് എന്തിനു വേണ്ടിയിട്ട്? ഫോർ ലിങ്കിങ് ടു ന്യൂക്ലിയോടൈഡ്സ്. So that bond is a phosphodiester bond. How the phosphodiester bond is formed?
the third carbon of the first nucleotide to the fifth carbon of the second nucleotide. Okay, that's a different different bond present in the structure of the DNA. Clear ayallo? DNA structure bond present and hydrogen bond, glycosidic bond, ester bond, phosphodiester bond. 4 bond present ആണ് ഈ ന്യൂക്ലിക് ആസിഡിൽ. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ടൈം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഡി എൻ എ വന്ന ഡിഫറെൻറ്റ് ഫോംസിലുണ്ട്. ഡി എൻ എ ഉണ്ട്, എ ടൈപ്പ് ഡി എൻ എ ഉണ്ട്, ബി ടൈപ്പ് ഉണ്ട്, സി എ ബി സി ഡി ആൻഡ് ഇസഡ് ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡി എൻ എ സ്ട്രക്ചർ ഉണ്ട്. അതിൽ ബി ഡി എൻ എയുടെ സ്ട്രക്ചറാണ് വാട്സൺ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ബി ഡി എൻ എ എന്ന് പറയും. അപ്പോൾ വൺ കംപ്ലീറ്റ് ഡി എൻ എ ഇസ് എ ഹെലിക്കൽ ഷേപ്പാണ് അല്ലേ, ഹെലിക്കൽ ഷേപ്പ് ഓഫ് ഡി എൻ എ ആണ്. സ്റ്റെയർ കേസ് പോലെ ഇരിക്കുന്നതാണ്. ആൻറ്റി പാരലൽ, ഈച്ച് പോളിപെപ്റ്റൈഡ് ചെയിൻ റൺ ഇൻ ആൻറ്റി പാരലൽ ഡയറക്ഷൻ. ദിസ് വൺ ഇസ് എ 3' ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നത് ഏത് ഡയറക്ഷൻ ആയിരിക്കും? 5'. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, ആൻറ്റി പാരലൽ ആണ്. ഇത് 3' ഡയറക്ഷൻ, ഇങ്ങനെയായിരിക്കും അല്ലേ. ഇനി ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ടേൺ എന്ന് പറയുന്നത്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു കംപ്ലീറ്റ് ടേണിൽ, ഇതാണ് ഒരു കംപ്ലീറ്റ് ടേൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കംപ്ലീറ്റ് ടേണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് ടേണിൽ, അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെയുള്ളതായിരിക്കും കംപ്ലീറ്റ് ടേൺ എന്ന് പറയുന്നത്. ഒരു ഫുള്ളും ഒരു 2 ഹാഫും കണ്ടു, അതാണ് ഒരു കംപ്ലീറ്റ് ടേൺ. ഇതിൻ്റെ ഹാഫ്, ഒരു ഫുള്ള്. ഈ കംപ്ലീറ്റ് ടേണിനുള്ളിൽ 10 ബേസ് പെയർ ഉണ്ടായിരിക്കും. 10 ബേസ് പെയർ. ഒരു കംപ്ലീറ്റ് ടേണിനുള്ളിൽ ഹൗ മെനി നമ്പർ ഓഫ് ബേസ് പെയർ? 10. ബേസ് പെയർ മീൻസ് നൈട്രോജനസ് ബേസ് പെയർ, നൈട്രജൻ ബേസസ് AT GC അങ്ങനെയുള്ള എത്ര ബേസ് പെയർ അതിൽ ഉണ്ടാവുക? 10 ബേസ് പെയർ ആയിരിക്കും ഇതിനുള്ളിൽ ഉണ്ടാവുക. ടോട്ടൽ 10 ബേസ് കംപ്ലീറ്റ് ടേണിനുള്ളിൽ. വൺ കംപ്ലീറ്റ് ടേൺ ഓഫ് ദ DNA helix having 10 base pairs. Okay, and what's the length of the one complete turn? That is 34 angstrom. 34 angstrom. അങ്ങനെയാണെങ്കിൽ the width between 2 base pair, 2 നൈട്രജൻ ബേസ് പെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഒരു നൈട്രജൻ ബേസ് പെയർ ഇവിടെ ഉണ്ടല്ലേ, അഡിനിൻ ഗ്വാനിൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും അടുത്ത നൈട്രജൻ ബേസ് പെയർ ആണ്, അതായത് ഗ്വാനിൻ സൈറ്റോസിൻ. അങ്ങനെ വരുന്ന അടുത്തടുത്ത് വരുന്ന 2 ബേസ് പെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 3.4 ആങ്സ്ട്രോം. 3.4 angstrom. The width between 2 nitrogen bases is a 3.4 angstrom. What is a 34 angstrom? It's the length of the one complete DNA helix is a 34 angstrom. Okay. ഇനി ഓരോ ടേണും, ഈച്ച് ടേൺ ഇസിന് 360 ഡിഗ്രി ആംഗിൾ ആയിരിക്കും ഓരോ ടേൺ എന്ന് പറയുന്നത്. ടേൺ ശരിക്കും 360 ഡിഗ്രി ആംഗിളാണ് ഒരു ടേൺ, ഒരു ഡി എൻ എയുടെ ടേൺ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആംഗിൾ ആയിരിക്കും അത് ടേൺ. ദിസ് ഇസ് എ സ്ട്രക്ചർ ഓഫ് ദ ന്യൂക്ലിക് ആസിഡ്. Once again, nucleic acid, it is a heteropolymer. The monomeric unit of the nucleic acid is, what is the monomeric unit? Nucleic acid, a nucleotide. Each nucleotide chain having sugar molecule, nitrogen bases and phosphate group. Different nitrogen bases ഏതൊക്കെയാണ്? Adenine, guanine, cytosine, thymine and uracil. 2 type of nucleic acid, DNA and RNA. DNA having the nitrogen thymine ആണെങ്കിൽ RNA-യിൽ യുറാസിൽ ആയിരിക്കും പ്രസന്റ് ഇരിക്കുന്നത്. DNA-യിൽ ഡിയോക്സി റൈബോസ് ഷുഗർ ആണെങ്കിൽ RNA-യിൽ റൈബോസ് ഷുഗർ. ഇതാണ് മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ രണ്ട് ന്യൂക്ലിക് ആസിഡ്, DNA-യുടെയും RNA-യുടെയും വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡബിൾ ഹെലിക്സ് ഷേപ്പ് സ്ട്രക്ചർ പ്രൊപ്പോസ് ബൈ വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് ദ DNA പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. ആ സെക്കൻഡറി സ്ട്രക്ചറിൽ ദ ബാക്ക് ബോൺ ഓഫ് ദ DNA കൺസിസ്റ്റ് ഓഫ് sugar molecule phosphate, sugar and phosphate. ഇതാണ് ബാക്ക് ബോൺ കൺസിസ്റ്റ് ഇരിക്കുന്നത്. The inner face or inner side having their nitrogen bases face to face each other, and the bond present between 2 nitrogen bases, a hydrogen bond. The bond between the nitrogen bases and sugar molecule of the nucleotide is a glycosidic bond, and the phosphate molecule linked to the nucleotide or linked to the sugar molecule of the nucleotide by ester bond, and one nucleotide is connected to other nucleotide by phosphate group. So on either side of the phosphate group there is a 2 bond. That one is known as phosphodiester bond. Phosphodiester bond.
and the length of a complete turn of the DNA helix, one complete turn of the length of one complete turn of the DNA is 34 angstrom. The width between the adjacent two base pair is nitrogen base pair is 3.4 angstrom. That's about DNA, nucleic acid, structure of the nucleic acid. Clear aanu vicharikkunu. Next, polysaccharide. Next, biomolecule എന്ന് പറയുന്നത് polysaccharide. Polysaccharide. നമുക്കറിയാം polysaccharide means many saccharide. What is a saccharide? The monomer unit of the polysaccharide അല്ലേ, monomer unit എന്തായിരിക്കും? monosaccharide ആയിരിക്കും അല്ലേ, monosaccharide അതുപോലെ ഡൈ ഉണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പം ഇതിൽ മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക് മോണോസാക്കറൈഡ്, മെനി മോണോസാക്കറൈഡ് ലിങ്ക് ചെയ്തിട്ടായിരിക്കും പോളിസാക്കറൈഡ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും സിമ്പിൾ അത് ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഇനുലിൻ, ഇതെല്ലാം എന്താണ്, ഓരോ മോണോസാക്കറൈഡ് ആണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെ തന്നെ പല ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ കോമ്പിനേഷൻ ഹോമോപോളിമർ എന്ന് പറയും. ഒരേ ടൈപ്പ് നിങ്ങൾക്ക് തീർന്നത്, ഒരു മിനിറ്റ്. ഒരേ സെയിം ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ് ആണെങ്കിൽ അതിന് ഹോമോപോളിമർ എന്ന് പറയും. ഹോമോപോളിമർ. ഇപ്പോൾ പോളിസാക്കറൈഡ് മെനി സാക്കറൈഡ് ആണ്. മെനി സാക്കറൈഡ് മീൻസ് അതിൻ്റെ മോണോമർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മോണോസാക്കറൈഡ് ആയിരിക്കും. സെയിം ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ് ആണെങ്കിൽ നമ്മളതിനെ ഹോമോപോളിമർ എന്ന് പറയും. ഹോമോപോളിമർ. ഡിഫറെൻ്റ് ആണെങ്കിൽ ഹെട്രോപോളിമർ അല്ലേ. ഇപ്പോൾ ഇതിൽ ഈ പോളിസാക്കറൈഡിന് കാർബോഹൈഡ്രേറ്റ് നമുക്ക് പറയാം. കാർബോഹൈഡ്രേറ്റ് ഒരു പോളിസാക്കറൈഡ് ആണ്. കാർബോഹൈഡ്രേറ്റ് is one of the polysaccharide unit ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് സ്റ്റാർച്ച്, നമുക്ക് ഫെമിലിയർ ആയിട്ടൊരു പോളിസാക്കറൈഡ് സ്റ്റാർച്ച് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ദാറ്റ്സ് പ്ലാന്റ്സിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പ്ലാന്റ്സിൽ ഇവിടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ചിലാണ്. സ്റ്റാർച്ച് ഈസ് എ പോളിസാക്കറൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ പോളിസാക്കറൈഡ്സ് ഗ്ലൂക്കോസിൻ്റെ ഗ്ലൂക്കോസ് ആയിരിക്കും ഇതിൻ്റെ മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ്, സ്റ്റാർച്ചിൻ്റെ മോണോമർ യൂണിറ്റ് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ മെയിൻ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഫോം ചെയ്ത് ലിങ്ക് ചെയ്തിട്ട്, അതായത് വിച്ച് ബോണ്ട്, ദാറ്റ് ഇസ് എ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. പോളിസാക്കറൈഡിൽ വരുന്ന ബോണ്ട്, അതായത് ഫോർ ലിങ്കിങ് മെനി മോണോസാക്കറൈഡ് യൂണിറ്റിൽ ലിങ്ക് ചെയ്യുന്ന ബോണ്ടാണ് ഇത് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. മോണോസാക്കറൈഡ് മോളിക്യൂൾസിനെ ലിങ്ക് ചെയ്യുന്ന ബോണ്ട് എന്താണ്? ഗ്ലൈക്കോസിഡിക്. ഇൻ ദ കേസ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ഗ്ലൈക്കോസിഡിക് ബോണ്ടിന്റെ ഫംഗ്ഷൻ എന്താണ്? നൈട്രോജൻ ബേസ് ലിങ്ക് ടു ദ ഷുഗർ മോളിക്യൂൾ അല്ലേ. ഇവിടെ പക്ഷെ പോളിസാക്കറൈഡിൽ ഡിഫറെൻറ്റ് മോണോസാക്കറൈഡ് മോളിക്യൂൾസിനെ ലിങ്ക് ചെയ്യുന്ന ബോണ്ടാണ് ഇത് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ. ഇപ്പോൾ സ്റ്റാർച്ച് എന്ന് പറയുന്നൊരു പോളിസാക്കറൈഡ് ആണ്. സ്റ്റാർച്ചിൽ വരുന്ന പോളിസാക്കറൈഡിൽ അതിൻ്റെ മോണോമർ എന്താണ്? ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ മെനി ഗ്ലൂക്കോസ് മോളിക്യൂൾ, സോ ഇറ്റ് ഈസ് എ ഹോമോപോളിമർ. ഒരേ ടൈപ്പ് ഓഫ് മോണോമേഴ്സ് ആണ്. സോ ഇറ്റ് ഈസ് എ ഹോമോപോളിമർ എന്ന് പറയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ്. നെക്സ്റ്റ് പോളിസാക്കറൈഡ് സെല്ലുലോസ് ആണ്. അതും ഹോമോപോളിമർ ആണ്. മോണോമർ യൂണിറ്റ് എന്താണ്? ഗ്ലൂക്കോസ് തന്നെയാണ്. സെല്ലുലോസ് പ്രസന്റ് ചെയ്യുന്നത് എവിടെയാണ്? പ്ലാന്റ്സിൽ അല്ലേ. പ്ലാന്റ്സിന്റെ സെൽ വോളിന്റെ ഒരു കമ്പോണന്റ് ആണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സ്റ്റാർച്ച്. ബട്ട് ഈ സ്റ്റാർച്ചിന്റെ പ്രത്യേകത, സ്റ്റാർച്ചിന് ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ഇവിടെ സെക്കൻഡറി സ്ട്രക്ചർ എടുക്കുമ്പോൾ ഹെലിക്കൽ, അതായത് ബ്രാഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഐഡിൻ, വെൻ വി ആഡ് ദ ഐഡിൻ ടു ദി സ്റ്റാർച്ച് വി വിൽ ഗെറ്റ് ബ്ലൂ കളർ, ബിക്കോസ് അതിന് ഹെലിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ ഐഡിൻ മോളിക്യൂളിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റാർച്ചിലോട്ട് ഐഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലൂ കളർ കിട്ടുന്നത്. ബട്ട് സെല്ലുലോസ് ഹാസ് നോട്ട് ഹെലിക്കൽ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ സെല്ലുലോസിൽ നമ്മൾ ഐഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് കാൺ ഹോൾഡ്, ബിക്കോസ് ഇറ്റ് കനോട്ട് ഹാവ് എനി ഹെലിക്കൽ സ്ട്രക്ചർ. അതുകൊണ്ട് ബ്ലൂ കളർ കിട്ടില്ല. സെല്ലുലോസും സ്റ്റാർച്ചും രണ്ടും പോളിസാക്കറൈഡ് ആണ്.
ബട്ട് സ്റ്റാർച്ചിന് മാത്രമേ നമ്മൾ അയഡിൻ ചേർക്കുമ്പോൾ ബ്ലൂ കളർ കിട്ടുന്നുള്ളൂ. കാരണം എന്താ? സ്റ്റാർച്ചിന് ഹെലിക്കൽ സ്ട്രക്ചറാണ്. അതുകൊണ്ട് അവയുടെ ഓരോ ഹെലിക്കൽ പോയിന്റ്സിലും അയഡിൻ മോളിക്യൂളിനെ ക്യാരി ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ് ക്യാൻ ഗീവ് ബ്ലൂ കളർ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഗ്ലൈക്കോജൻ ആണ്. ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ആനിമൽസിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആനിമൽസിൽ ഫുഡ് സ്റ്റോർ വെച്ചിരിക്കുന്ന ഫോം ഓഫ് ഗ്ലൈക്കോജൻ. അതും ഹോമോ പോളിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ്. ഹോമോ പോളിമർ ആണ്. അതിന്റെ മോണോമർ യൂണിറ്റ് എന്താണ്? ഗ്ലൂക്കോസ് തന്നെയാണ്. ഗ്ലൂക്കോസ്, ഗ്ലൈക്കോജൻ. നെക്സ്റ്റ് പോളിസാക്കറൈഡ് ആണ്. നെക്സ്റ്റ് പോളിസാക്കറൈഡ് അടുത്ത് വേറൊന്ന് ഇനുലിൻ. ഇനുലിൻ എന്ന് പറയുന്നത് ഹോമോ പോളിമർ ആണ്. ഹോമോ പോളിമർ തന്നെയാണ്. ബട്ട് മോണോമർ യൂണിറ്റ് ഇസ് എ ഫ്രക്ടോസ്. ഫ്രക്ടോസ് ആണ് മോണോമർ യൂണിറ്റ്. ഇനുലിന്റെ മോണോമർ യൂണിറ്റ് ഏതാണ്? ഫ്രക്ടോസ്. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പോളിസാക്കറൈഡ്. സ്റ്റാർച്ചിന്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, ഇനുലിൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ബോണ്ട് ഏതാണെന്നൊക്കെ അറിയാലോ. പോളിസാക്കറൈഡ് പ്രസന്റ് ചെയ്യുന്ന ബോണ്ട് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. വേറൊരു ടൈപ്പ് ഓഫ് പോളിസാക്കറൈഡ് കൈറ്റിൻ. നമുക്ക് ഓർമ്മയുണ്ട് കൈറ്റിൻ എവിടെ പഠിച്ചെന്ന്? arthropod and exoskeleton. Exoskeleton of arthropod consists of chitin material. That one is also a complex polysaccharide structure ആണ് chitin എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഗ്ലൂക്കോസമൈൻ. അതിൽ അമിനോ ഷുഗർ എന്ന കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്. അമിനോ ഷുഗർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് ഗ്ലൂക്കോസമൈനിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. These are about the polysaccharide. Polysaccharide is also a biomacromolecule and it is a complex structure or complex carbohydrate. The monomer unit of the polysaccharide is monosaccharide. The link the bond present in this polysaccharide is a glycosidic bond. It helps for linking the different monosaccharide molecules. And different polysaccharides are starch, then cellulose, glycogen, inulin, chitin, glucosamine. അതേപോലെ തന്നെയാണ് പേപ്പർ ഉണ്ടാക്കുന്ന സെല്ലുലോസിന് ഫംഗ്ഷൻ പേപ്പർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതൊക്കെ കോംപ്ലക്സ് സ്ട്രക്ചറാണ് അതിന്. ദീസ് ആർ ദ അബൌട്ട് പോളിസാക്കറൈഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഈ രണ്ട് പോർഷൻ നന്നായിട്ട് പഠിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ.